PLAN പ്ലാൻ പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി ലോകത്തിലെ ഏറ്റവും വലിയ നാവിക വ്യൂഹം. ഏത് വിധേനയും ലോകത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന സ്വാധീന ശക്തിയാകാൻ ശ്രമിക്കുന്ന ചൈനയുടെ പോർമുന. ഇവരുന്ന് ഏറ്റവും അധികം ആളും പണവും ഇറക്കുന്നത് 3 തന്ത്രപ്രധാന മേഖലകളിലാണ്. തായ്വാൻ കടലിടുക്കിൽ, തെക്കൻ ചൈന കടലിൽ, പിന്നെ ഇതാ ഇവിടെ നമ്മുടെ ഉമ്രപ്പടിയിൽ. ഒരിക്കലും ഒരു ശക്തിക്കും ഒരു കാലത്തും യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനാകാത്ത രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം, ലോകത്തിന് മുഴുവനും അറിയാം. ഒരു കൗതുകത്തിനപ്പുറമുള്ള മറ്റൊരു അന്വേഷണവും ഈ വീഡിയോയിലില്ല. ചൈന തെക്കു ഭാഗത്തു കൂടി ആക്രമിച്ചാലോ? അറബിക്കടലിലും ലക്ഷദ്വീപ് കടലിലും ബംഗാൾ ഉൾക്കടലിലും ഒരുമിച്ച് പോർമുഖം തുറന്ന ചൈന ആക്രമിച്ചാൽ എങ്ങനെയാവും ഇന്ത്യയുടെ പ്രതിരോധം? അപ്പർ ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ പർവ്വതങ്ങളിലൂടെ അടിവച്ചടിവെച്ച് ഇന്ത്യയുടെ ഹൃദയഭാഗത്തെത്തി കീഴ്പ്പെടുത്തുക അസാധ്യമാണെന്ന് ചൈനയ്ക്കറിയാം. അതിർത്തിയിൽ ചില്ലറ വേലിപൊളിക്കലിനപ്പുറം അവിടെ ഒന്നും നടക്കില്ല. ഒരു യുദ്ധം അവർ ആവശ്യപ്പെട്ടാൽ അത് കടൽ വഴിയാകും, നമ്മുടെ ഭൂമുഖങ്ങൾ ലക്ഷ്യം വെച്ചാകും. കേരള തീരമടക്കം ലക്ഷ്യം വെക്കുന്ന ചൈന ആക്രമണങ്ങൾ മെനയുക ഇവിടെ നിന്നാണ്. ആഫ്രിക്കയിലെ ജിബൂത്തിയിൽ ചൈനീസ് നേവി പണി കഴിപ്പിച്ച അവരുടെ നേവൽ ബേസിൽ നിന്ന് 3 പിയറുകളിലായി 10ലേറെ അന്തർവാഹിനികളും 30ഓളം റെഗുലർ പട്രോളിംഗ് വെസലുകളും അടങ്ങുന്ന ഒരു സെമി കപ്പൽപ്പട തന്നെ ചൈന 2022 മുതൽ അവിടെ സൂക്ഷിക്കുന്നുണ്ട്. സൈബർ സെക്യൂരിറ്റി എന്ന പേരിൽ ബേസിലെ 2 പിയറുകളുടെ അണ്ടർഗ്രൗണ്ടിൽ ചൈന നടത്തുന്ന ചാരപ്പണികൾ വേറെ. കള്ളക്കടത്ത് തടയാനും ലോജിസ്റ്റിക്സിനുമുള്ള ഒരു സപ്പോർട്ട് ബേസ് എന്ന് പറഞ്ഞു തുടങ്ങിയ കളിയാണ് ഒരു സമ്പൂർണ്ണ നേവൽ ബേസാക്കി ചൈന മാറ്റിയെടുത്തത്. ലക്ഷ്യം കേരളമടങ്ങുന്ന ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരം തന്നെ. ചൈനയുടെ നോർത്തേൺ തിയേറ്റർ കമാൻഡിന്റെ ഭാഗമാണ് ജിബൂത്തിയിലെ കടൽ യുദ്ധസന്നാഹങ്ങൾ. ചൈന വികസിപ്പിച്ച ഉറുംകി 052 ഡിസ്ട്രോയറുകൾ 4 12 ലിനി ഫ്രിഗേറ്റുകൾ, 3 ഡോങ്പിൻഷു സപ്ലൈ ഷിപ്പുകൾ, ചൈനയുടെ അത്യാധുനിക ഡിസ്ട്രോയർ ഷിപ്പ് സിബോ, റഡാർ ഷിപ്പുകൾ, സർവേ ഷിപ്പുകൾ, ഹൈഡ്രോഗ്രാഫിക് ഷിപ്പുകൾ, യുവാൻ, മിങ്, ഹാൻ ക്ലാസുകളിലുള്ള 7 സബ്മറൈനുകൾ, പട്രോളിംഗ് വെസലുകൾ. ഇങ്ങനെ പോകുന്നു ജിബൂത്തിയിലെ ചൈനയുടെ നാവിക വിന്യാസം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മക്രാൻ ട്രഞ്ചിന് സമീപം പാകിസ്ഥാൻ നേവിയുമായി ചേർന്ന നാവിക അഭ്യാസം നടത്തിയ ഫ്ലീറ്റിൽ ഇവയെല്ലാം ചൈന പ്രദർശിപ്പിച്ചിരുന്നു. ഇത് ഇന്ത്യക്കൊരു മുന്നറിയിപ്പാണ്. അവരുടെ ആക്രമണ പദ്ധതി ആദ്യം പറയാം, പിന്നാലെ നമ്മുടെ പ്രതിരോധവും പ്രത്യാക്രമണവും. ഇന്ത്യൻ തീരത്ത് നിന്ന് 1987 നോട്ടിക്കൽ മൈൽ ദൂരത്തിലാണ് ചൈനയുടെ ജിബൂത്തി നേവൽ ബേസ്. യുദ്ധത്തിന്റെ ആദ്യ ദിനം തന്നെ 300-ലധികം യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ തീരത്തേക്ക് പറത്തിവിടാൻ ഈ നേവൽ ബേസിൽ നിന്നും ചൈനയ്ക്ക് കഴിയും. സപ്പോർട്ടുമായി അവരുടെ ഫ്യൂജിയൻ വിമാനവാഹിനി ജിബൂത്തി തീരത്ത് നിന്നും 400 നോട്ടിക്കൽ തെക്ക് കിഴക്കായി നിലയുറപ്പിക്കും. 70ഓളം നേവി വെസലുകൾ അടങ്ങുന്ന ഒരു ഫുൾ ഫ്ലീറ്റ് ഇന്ത്യൻ തീരം ലക്ഷ്യമാക്കി വിമാനങ്ങൾക്ക് പിന്നാലെ കുതിക്കും. ഈ ചെറിയ യൂണിറ്റ് കൊണ്ട് ഇന്ത്യയെ പോലെ സമുദ്രത്തിൽ കനത്ത സുരക്ഷാവേലി കെട്ടിയിരിക്കുന്ന ലോകശക്തിയുടെ തൊലിക്ക് പോറലുണ്ടാക്കാൻ സാധിക്കില്ലെന്ന് ചൈനയ്ക്കറിയാം. ജിബൂത്തിയിൽ നിന്നും പറഞ്ഞുവിടുന്ന യൂണിറ്റുകൾ ഇന്ത്യൻ തീരം തൊടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പേർഷ്യൻ ഗൾഫിലെ തങ്ങളുടെ സപ്ലിമെന്ററി ബേസുകൾ ചൈന ഉപയോഗിക്കും. 2009 അബുദാബിയിൽ ആദ്യമായി ഒരു ചൈനീസ് പടക്കപ്പൽ നങ്കൂരമിട്ടതോടെയാണ് ഔദ്യോഗികമായി പേർഷ്യൻ ഗൾഫിൽ ചൈനീസ് നാവിക സ്വാധീനം തുടങ്ങുന്നത്. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിന്റെ റിപ്പോർട്ട് പ്രകാരം 2023 ഒക്ടോബറിൽ ഇസ്രായേൽ ഗാസയിൽ ആക്രമണം തുടങ്ങിയതിന്റെ പിറ്റേ ദിവസം മുതൽ ചൈനയുടെ 8 പടക്കപ്പലുകൾ പേർഷ്യൻ ഗൾഫിൽ സ്ഥിരമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. PLAയുടെ 44th ടാസ്ക് ഫോഴ്സിന്റെ നിയന്ത്രണത്തിലുള്ള ഈ റീപ്ലേസ്മെന്റ് എസ്കോർട്ട് ഫ്ലീറ്റിൽ 2 അഡ്വാൻസ്ഡ് 052D ഡിസ്ട്രോയറുകളുമുണ്ട്. ഒമാനിലാണ് ഇവരുടെ ഓൺഷോർ കൺട്രോൾ സെന്ററുകൾ. ഹൂത്തികളുടെ പിന്തുണയുള്ള ചൈനയ്ക്ക് ഒരു മുഴുവൻ കപ്പൽപ്പട തന്നെ പേർഷ്യൻ ഗൾഫിൽ വിന്യസിക്കാൻ നിലവിൽ ഒരു പ്രയാസവുമില്ല. ജിബൂത്തിയിൽ നിന്നും ഇന്ത്യയുടെ തെക്കൻ തീരത്തേക്ക് വരുന്ന ആക്രമണത്തിന് പേർഷ്യൻ ഗൾഫിൽ നിന്നുള്ള സപ്പോർട്ട് കൂടിയാകുമ്പോൾ അതല്പം കടുത്ത യുദ്ധാന്തരീക്ഷം സൃഷ്ടിക്കും. മാലദ്വീപ് എന്ന പുതിയ സുഹൃത്തും സീഷെൽസിലെ നാവിക സന്നാഹങ്ങളുമെല്ലാം ചൈനയ്ക്ക് പിന്തുണ നൽകും. ഇന്ത്യയുടെ തെക്ക് കിഴക്കൻ തീരത്ത് മലാക്ക കടലിടുക്കിൽ നിന്ന് സൗത്ത് സീ ഫ്ലീറ്റും ഈസ്റ്റ് സീ ഫ്ലീറ്റും കൂടി എത്തുമ്പോൾ ഇന്ത്യയെ ചൈനീസ് നാവികസേന വളഞ്ഞുവെന്ന പ്രതീതി ഉണ്ടാകും. ഇത്രയും അവരുടെ കാര്യം. ഇനി നമ്മുടെ ഊഴമാണ്. ജിബൂത്തിയിൽ നിന്നും ചൈനയുടെ ഫ്ലീറ്റ് ഇന്ത്യൻ തീരം ലക്ഷ്യമാക്കി പുറപ്പെടുമ്പോഴേ അവർക്ക് മുന്നിൽ വലിയൊരു പ്രതിബന്ധം മറികടക്കേണ്ടതുണ്ട്. ഇതായി ഈ ചെറിയ ദ്വീപ് സൊക്കോട്രോ ഐലൻഡ്. ഇസ്രായേലിന് ഇവിടെ സുശക്തമായ ഒരു നേവൽ ഇന്റലിജൻസ് ബേസ് ഉണ്ട്. UAEയുമായി ചേർന്നാണ് ഈ ദ്വീപിൽ ഇസ്രായേലിന്റെ പ്രവർത്തനം. തങ്ങളുടെ സുഹൃത്ത് രാഷ്ട്രത്തിനെതിരെയുള്ള ചൈനീസ് നീക്കം കൃത്യമായി മുൻകൂട്ടി അറിയാനും അത് ഇന്ത്യയെ അറിയിക്കാനും ഇസ്രായേലിന് എളുപ്പം കഴിയും. ജിബൂത്തിയിലെ ചൈനീസ് ബേസിൽ നിന്നും വെറും 650 നോട്ടിക്കൽ മൈൽ ദൂരത്തിലാണ് സൊക്കോട്രോ ഐലൻഡ്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഇവിടെയുള്ള ഇസ്രായേൽ ബേസുമായി ഇന്ത്യൻ നേവൽ ഇന്റലിജൻസ് ശക്തമായ ബന്ധത്തിലാണ്. പരസ്പരം വിവര കൈമാറ്റവും നടക്കുന്നു. ജിബൂത്തിയിലെ ചൈനീസ് കപ്പൽപ്പട സൊക്കോട്രോ ദ്വീപ് കടന്നുവെന്ന് ഉറപ്പായാൽ ഇന്ത്യ അതിന്റെ നാവിക പ്രതിരോധത്തിന്റെ കോഡ് റെഡ് പ്രഖ്യാപിക്കും. 7 രാജ്യങ്ങളുമായി ഇന്ത്യക്ക് സൈനിക സഹകരണമുള്ള മറൈൻ ബോർഡറിലാണ് ഇപ്പോൾ ചൈനയുടെ ഫ്ലീറ്റ് ഉള്ളത്. ഇന്ത്യൻ തീരത്തിന് 1200 നോട്ടിക്കൽ മൈൽ ദൂരത്തിലെത്തുമ്പോഴേ കിഴക്കൻ കമാൻഡിന്റെ ഭാഗമായ വിശാഖപട്ടണത്തിൽ നിന്നും ഇന്ത്യയുടെ ചാരക്കപ്പലായ INS ധ്രുവ് ഇന്ത്യക്കും ചൈനീസ് പടയ്ക്കും മധ്യ നിലയുറപ്പിച്ചിരിക്കും. പിന്നെ ധ്രുവിന്റെ റഡാറിലാണ് ഈ പട നീക്കം. അറബിക്കടലിന്റെ അതിർത്തി മുതൽ ഇന്ത്യയുടെ 360 നോട്ടിക്കൽ മൈൽ ദൂരം വരെ തെക്കൻ തീരത്ത് സജ്ജരായി 10ലേറെ അന്തർവാഹിനികൾ തയ്യാറായിരിക്കും. നിലവിൽ ഇവിടെ 5 കാവേരി ക്ലാസ് അന്തർവാഹിനികളും 4 ക്ലാസ് അന്തർവാഹിനികളും 7 സിന്ധുഘോഷ് ക്ലാസ് അന്തർവാഹിനികളും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിരമെന്നോണം ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹീറോ കൊച്ചിയിൽ പണിപൂർത്തിയാക്കിയ വിമാനവാഹിനി INS വിക്രാന്ത് ചൈനയെ കാത്തിരിക്കുകയാവും. മുംബൈയിലെ പടിഞ്ഞാറൻ നേവൽ കമാൻഡും കൊച്ചിയിലെ തെക്കൻ കമാൻഡും ഓപ്പറേറ്റ് ചെയ്യുന്ന 30ലേറെ പടക്കപ്പലുകളും ഇവിടെ INS വിക്രാന്തിന് സപ്പോർട്ടായി ഉണ്ടാകും. തൽവാർ ക്ലാസ്സിലുള്ള 10ലേറെ സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ, നിലവിൽ സൊമാലിയൻ കടൽ കൊള്ളക്കാരെ വേട്ടയാടുന്ന കൊൽക്കത്ത ക്ലാസ്സിലുള്ള ഡിസ്ട്രോയറുകൾക്ക് പുറമെ ഡൽഹി ക്ലാസും രജപുത്ത് ക്ലാസും കൂടി ഉണ്ടാകും. INS കമോറത്ത് പോലുള്ള ആന്റി സബ്മറൈൻ സ്റ്റെൽത്ത് കോർവെറ്റുകൾ, INS ഡൽഹി, INS മൈസൂർ ക്രൂയിസറുകൾ,
ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകൾ, ഓക്സിലറി ഷിപ്പുകൾ തുടങ്ങിയ ഒരു വൻപട. ഇതിനു പുറമെ ലക്ഷദ്വീപിൽ INS ജഡായു, INS ദ്വീപ് രക്ഷക് എന്നീ നേവൽ ബേസുകളിൽ നിന്നും സപ്പോർട്ട് എത്തും. പുറമെ തിരുവനന്തപുരത്തെ തെക്കൻ വ്യോമസേന കമാൻഡും ഗുജറാത്തിലെ തെക്ക് പടിഞ്ഞാറൻ കമാൻഡും ചേർന്ന് ആകാശത്തേക്ക് യുദ്ധവിമാനങ്ങൾ തൊടുത്തുവിടും. ഈ കമാൻഡുകളുടെ സുശക്തമായ റഡാർ സംവിധാനം ലോകത്തിലെ തന്നെ ഏറ്റവും കാര്യശേഷിയുള്ളതാണ്. നേവൽ എയറാമിലുള്ള റഫേൽ, മിഗ്, തേജസ്, മിറാഷ്, ജാഗോർ ഫൈറ്ററുകളും റഡാർ വിമാനങ്ങളും MQ-9B ഡ്രോണുകളും ആക്രമണത്തിൽ പങ്കെടുക്കും. ലക്ഷദ്വീപ് കടലിനോട് ചേർന്നുള്ള ഈ സേനാ വിന്യാസം ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് മാത്രമാണ്. ഇത് കടന്നു പോകാൻ ചൈനീസ് ഫ്ലീറ്റിന് കഴിഞ്ഞാൽ പിന്നെ കാത്തിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ മറ്റൊരു നാവിക ശക്തിയായ ഇന്ത്യയുടെ കോർ അറ്റാക്കിംഗ് ഫോർമേഷനാണ്. ഇന്ത്യൻ തീരത്തിന് 30 മുതൽ 100 നോട്ടിക്കൽ മൈൽ ദൂരം വരെ നീളുന്ന ഈ പ്രതിരോധം മറികടക്കാൻ ചൈനീസ് ഫ്ലീറ്റിന് ഏറെക്കൂടെ അസാധ്യമാണ്. എയർ ടു എയർ അറ്റാക്കിംഗ് ചോപ്പറുകളും അരിഹന്ത് പോലുള്ള ആണവ അന്തർവാഹിനികളും വരെയാണ് അവിടെ ശത്രുവിനെ കാത്തിരിക്കുന്നത്. ഇതിനു പുറമെ തീരത്ത് ടെറസ്ട്രിയൽ മിസൈലുകളുടെ തൃശൂർ പൂരം സൃഷ്ടിക്കാൻ പര്യാപ്തമാണ് ഇന്ത്യയുടെ നേവൽ കമാൻഡുകൾ. ചുരുക്കത്തിൽ ഇന്ത്യൻ കര ഒന്ന് കാണാൻ പോലും ചൈനയുടെ യുദ്ധവിമാനങ്ങൾക്കോ പടക്കപ്പലുകൾക്കോ സാധിക്കില്ലെന്നർത്ഥം. അപ്പോൾ അതാണ് ആ സാങ്കല്പിക നാവിക യുദ്ധകഥ. നന്ദി.